പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 8ാം ക്ലാസ് ITI +2 ഡിഗ്രി തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ യോഗ്യതകൾ പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ 8ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ള തസ്തികയിൽ മാത്രം 18ഓളം വേക്കൻസികളാണ് ഉള്ളത്. നമുക്കിതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, അപേക്ഷിക്കേണ്ടതെങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സർക്കാർ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 14 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം. ജൂനിയർ അക്കൗണ്ടന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ക്ലീനർ കം പ്രൊഡക്ഷൻ ഹെൽപ്പർ എന്നീ 4 തസ്തികകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ഇനി ഓരോ തസ്തികയ്ക്കും വേണ്ട യോഗ്യതകൾ നോക്കാം. ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷനായി പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BCom ബിരുദമാണ്. കൂടാതെ സർട്ടിഫിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ടാലി അക്കൗണ്ട്സ്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് മേഖലയിൽ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ജൂനിയർ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർ ആദ്യം പ്രൊബേഷനിലായിരിക്കും. ആദ്യ വർഷം 15,500 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. രണ്ടാമത്തെ വർഷം 16,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. പ്രൊബേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ശമ്പള സ്കെയിൽ 9,940 രൂപ മുതൽ 16,580 രൂപ വരെയാണ്. അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഓഫീസ് വർക്കുകളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് പ്രതിമാസ ശമ്പളമായി ആദ്യ വർഷം ലഭിക്കുന്നത് 15,500 രൂപയാണ്. രണ്ടാമത്തെ വർഷം 16,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. പ്രൊബേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ശമ്പള സ്കെയിൽ 9,940 രൂപ മുതൽ 16,580 രൂപ വരെയാണ്. അടുത്ത തസ്തിക അസിസ്റ്റന്റ് ആണ്. മെഷീൻ ഷോപ്പ് വിഭാഗത്തിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ആദ്യ വർഷം ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 13,500 രൂപയാണ്. രണ്ടാമത്തെ വർഷം 14,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. പ്രൊബേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ശമ്പള സ്കെയിൽ 7,265 രൂപ മുതൽ 9,940 രൂപ വരെയാണ്. അടുത്തത് ക്ലീനർ കം പ്രൊഡക്ഷൻ ഹെൽപ്പർ തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് മാത്രം 18 വേക്കൻസികളാണ് ഉള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ വാല്യൂ ആഡഡ് മീറ്റ് പ്രൊഡക്ട്സ് പ്രോസസ്സിംഗിലുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലുള്ള പ്രാദേശിക ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ആദ്യ വർഷം ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 13,500 രൂപയാണ്. രണ്ടാമത്തെ വർഷം 14,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. പ്രൊബേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ശമ്പള സ്കെയിൽ 7,265 രൂപ മുതൽ 9,940 രൂപ വരെയാണ്. ഈ വിജ്ഞാപന പ്രകാരം ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് കേരള PSCയുടെ ഏറ്റവും പുതിയ പ്രായപരിധി മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ആയിരിക്കും പ്രായപരിധി. കൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ള അർഹരായവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. പ്രായപരിധി, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് 2026 മാർച്ച് 1 അടിസ്ഥാനമാക്കിയാണ്. ഈ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ നിയമിക്കുന്നത് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ കൊല്ലം ജില്ലയിലെ ഏരൂർ വിളക്കുംപാറയിലുള്ള വാല്യൂ ആഡഡ് പ്രോസസ്ഡ് മീറ്റ് പ്രൊഡക്ഷൻ പ്ലാന്റിലേക്കാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. ഈ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിംഗ്, റിട്ടേൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ഓഫ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്നീ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെയോ ഒന്നിൽ കൂടുതൽ മെത്തേഡിലൂടെയോ ആയിരിക്കും. ഏത് രീതിയിലുള്ള സെലക്ഷൻ മെത്തേഡ് വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം MBAയ്ക്കും CMDക്കുമായിരിക്കുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇതുപോലുള്ള പരീക്ഷകൾക്കും മറ്റ് കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 14 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ MPI നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതോടൊപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മാർച്ച് 14 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.